നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. 11 വർഷത്തെ പെട്രോൾ ഡീസൽ ജീവിതത്തിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട ഹ്യുണ്ടായി ക്രെറ്റ ഇലക്ട്രിക്കായി മാറുകയാണ്. ഇലക്ട്രിക് ഹ്യുണ്ടായി ക്രെറ്റ ഓടിക്കാൻ വേണ്ടി ഞാനിപ്പോൾ നിൽക്കുന്നത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ മഹാബലിപുരത്തിനടുത്തുള്ള താജ് ഫിഷർമാൻസ് കോവ് എന്ന റിസോർട്ടിൽ നിന്ന് നമ്മുടെ യാത്ര അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് ആരംഭിക്കുകയാണ്. ഈ കിടക്കുന്നതൊക്കെയാണ് ഹ്യുണ്ടായി ക്രെറ്റയുടെ EV രൂപം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലാഗ് ഓഫിന് ശേഷം നമ്മൾ ഈ വാഹനവുമായിട്ട് ചെന്നൈയുടെ വിശാലമായ നിരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് യാത്രയിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും ബൈജു നായർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പത്ത് വർഷത്തിനിടയിൽ 11 ലക്ഷത്തിലധികം യൂണിറ്റുകളാണ് ക്രെറ്റയുടേതായിട്ട് ഇന്ത്യയിൽ വിറ്റഴിഞ്ഞത്. അങ്ങനെ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന SUV ആയിട്ട് ക്രെറ്റ മാറുകയുണ്ടായി. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം പോലും ഇന്ത്യയിലെ 5ാമത്തെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വാഹനമായിട്ട് തുടരുകയാണ് ക്രെറ്റ എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പോൾ മറ്റൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത്, ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നതേ ഉള്ളൂ. അതായത് ഇത്രയും വർഷം 40 വർഷമായിട്ട് മാരുതിയുടെ ഏതെങ്കിലും മോഡലായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വാഹനം. പക്ഷേ ഈ കഴിഞ്ഞ വർഷം ടാറ്റ പഞ്ച് എന്ന ചെറിയ SUV ആ ഒരു സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ 40 വർഷത്തെ ചരിത്രത്തിനിടയിൽ ആദ്യമായിട്ട് മാരുതിക്ക് ഒരു തിരിച്ചടി കിട്ടിയിരിക്കുകയും ടാറ്റയുടെ ഒരു വാഹനം 1ാം നിരയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുകയാണ്, ഒന്നാമനാവുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ക്രെറ്റ കുറേ കാലമായിട്ട് 5ാം സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം മാരുതിയുടെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വാഹനങ്ങളുമായിട്ട് ഏറ്റുമുട്ടി ക്രെറ്റ എപ്പോഴും 5ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ള മോശമായ കാര്യമല്ല. അപ്പോൾ അങ്ങനെ എന്താണ് ഈ വാഹനത്തിന് ഏറ്റവും അധികം ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇത് ഒരു നോ ഹെഡ് ഏക്ക് വാഹനം എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഒരു തലവേദന ഉണ്ടാക്കില്ല. ഒരു കുടുംബ വാഹനം എന്നുള്ളതിലേക്ക് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. നല്ല സ്പേഷ്യസ് ആയ വാഹനമാണ്. തരക്കേടില്ലാത്ത മൈലേജ് ഉണ്ട്. പെട്രോളിൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയ മൈലേജിന് പറയാനാവില്ല, പക്ഷേ തരക്കേടില്ലാത്ത മൈലേജ് ഉണ്ട്. അതുപോലെ ഡീസൽ പെട്രോൾ ഓപ്ഷനുകളുണ്ട്, പലതരത്തിലുള്ള ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്രെറ്റയെ ജനപ്രിയമാക്കിയത്. എന്തായാലും നമ്മളിപ്പോൾ നമ്മുടെ ഈ റാപ്പിഡ് ഫെയർ എന്നൊക്കെ പറയുന്ന പ്രോഗ്രാമിൽ ക്രെറ്റ ഓണേഴ്സ് വരുമ്പോൾ ആരും ഒരു മോശവും പറഞ്ഞ് കേട്ടിട്ടില്ല. എല്ലാവരും വളരെ ഹാപ്പിയാണ് ക്രെറ്റയുടെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ക്രെറ്റയിൽ ഇപ്പോൾ ഒരു EV വന്നിരിക്കുകയാണ്. അതായത് EV ആയി മാറിയിരിക്കുകയാണെന്നാണ് പറയേണ്ടത്. ഇലക്ട്രിക് വാഹനങ്ങളൊരു കാലമാണ് വരാൻ പോകുന്നത്. നമ്മളിപ്പോൾ അടുത്ത കാലത്ത് 2025 വരാൻ പോകുന്ന വാഹനങ്ങളെ പറ്റിയുള്ള വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ മിക്കവാറും എല്ലാ വാഹന നിർമ്മാതാക്കളും ഇനിയിപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് നമുക്ക് ക്രെറ്റയെ കാണേണ്ടത്. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഇതിനൊക്കെ തുടക്കമിട്ടത് അല്ലെങ്കിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് ഹ്യുണ്ടായി ആണെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അത് കോന എന്ന SUVയുമായിട്ടാണ്. കോന വന്ന കാലത്തോട്ട് ഇന്ന് വരെയും വിൽക്കാതെ ഉപയോഗിക്കുന്നവരൊക്കെ ധാരാളം പേരുണ്ട്. അതായത് SUVകളുടെ കാര്യത്തിലായാലും EVകളുടെ കാര്യത്തിലായാലും ഹ്യുണ്ടായിക്ക് വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്രെറ്റയുടെ EV എന്ന് പറയുന്നത് രൂപത്തിൽ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അതായത് കംപ്ലീറ്റ്ലി ഇലക്ട്രിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലല്ല നിർമ്മിച്ചിരിക്കുന്നത്, ക്രെറ്റയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. പിന്നെ ഇലക്ട്രിക് വാഹനത്തിന് ചേരേണ്ടതായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടല്ലോ, അതെല്ലാം വരുത്തിയിട്ടുണ്ടെന്ന് മാത്രമാണ് പറയേണ്ടത്. എന്തായാലും EVകളുടെ കാര്യത്തിൽ ഹ്യുണ്ടായുടെ പ്ലാനിങ് മോശമല്ല. കാരണം ഇപ്പോൾ ഈ വരുന്ന മാസം തന്നെയാണ് പല പ്രധാനപ്പെട്ട EVകളും വരാൻ പോകുന്നത്. ഒന്ന് മാരുതിയുടെ വിറ്റാര വരുന്നുണ്ട്, പിന്നെ ടാറ്റയുടെ ഹാരിയറിൻ്റെ ഇലക്ട്രിക് വരുന്നുണ്ട്. അങ്ങനെ പല പുതിയ വാഹനങ്ങളും വരുന്ന അതേ സമയത്ത് തന്നെയാണ് അതിനൊക്കെ മുന്നോടിയായിട്ട് ക്രെറ്റയുടെ EVയെ അണിയിച്ചൊരുക്കി കൊണ്ടുവന്നിരിക്കുന്നതാണ് പറയേണ്ടത്. 2 വേരിയൻസാണ് ക്രെറ്റയുടെ EVക്കുള്ളത്. ഒന്ന് 390 കിലോമീറ്റർ ഓടുന്നതും മറ്റൊന്ന് 473 കിലോമീറ്റർ ഓടുന്നതും. രണ്ടും തമ്മിൽ ബാറ്ററി പാക്കിൻ്റെ വ്യത്യാസമാണുള്ളത്. നമ്മളിപ്പോൾ ഈ ഓടിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 473 കിലോമീറ്റർ റേഞ്ചുള്ള ലോങ് റേഞ്ച് എന്ന് പറയുന്ന ആ ഒരു വേരിയൻ്റാണ്. നമ്മളിപ്പോൾ രാവിലെ ഇതിപ്പോൾ നമ്മൾ ചെന്നൈയിലെ ഫിഷർമാൻസ് കോവ് എന്ന് പറയുന്ന റിസോർട്ടിൽ നിന്ന് ഓടിക്കാൻ എടുക്കുമ്പോൾ 98% ചാർജാണ് ഇതിൽ കാണിച്ചിരുന്നത്. 454 കിലോമീറ്ററാണ് അത്രയും ചാർജിൽ ഓടുന്നതെന്നും കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 473 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുമ്പോൾ ഹ്യുണ്ടായി പോലുള്ള വാഹന നിർമ്മാതാക്കളുടെ കാര്യത്തിൽ 420 വരെയൊക്കെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. ഒട്ടും മോശമായ റേഞ്ചല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വെറും 48 മിനിറ്റ് കൊണ്ട് ഇത് 100% ചാർജ് ആക്കാൻ സാധിക്കും ഫാസ്റ്റ് ചാർജർ എന്നുള്ളതാണ്. എന്ന് തന്നെയുമല്ല, നമ്മൾ വീട്ടിലെ ചാർജർ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും 4-4.5 മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് ആക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള വാഹനമാണിതെന്നാണ് പറയേണ്ടത്.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഹ്യുണ്ടായി ക്രെറ്റ നമുക്കിനി ഒന്ന് അടുത്ത് കാണാം. കമൺ ബോയ്സ്. അപ്പോൾ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് മുൻഭാഗത്തിന് തന്നെയാണ്. മുൻഭാഗത്ത് കാണുന്ന വ്യത്യാസം എന്ന് പറയുന്നതും EVകൾക്ക് മാത്രമായിട്ടുള്ള വ്യത്യാസം എന്നേ പറയാനുള്ളൂ. അല്ലാതെ വലിയ ചേഞ്ച് അല്ല നമ്മളെ കാത്തിരിക്കുന്നത്. മുൻഭാഗം പൂർണ്ണമായും അടച്ചു വെച്ചിരിക്കുന്ന ഗ്രില്ല്, അതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാവുന്നത്. ക്രെറ്റയിൽ നിന്നുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗ്രില്ലിൻ്റെ ഭാഗത്ത് ഇതാ ഇങ്ങനെ ചെറിയ കട്ടകൾ നിരത്തിയ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നടുവിലായിട്ടാണ് ചാർജിങ് പോയിൻ്റ്, ഇതാ ചാർജിങ് പോർട്ട് എന്ന് പറയാവുന്ന ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. അവിടെ ചാർജ് ആകുന്നത് കാണിക്കാനുള്ള ഇൻഡിക്കേഷനും കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും ഒരു LED സ്ട്രിപ്പ് ചുറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ്. നമ്മൾ കാർ പോർച്ചിലേക്ക് വാഹനം കയറ്റിയിട്ടാൽ മുൻഭാഗത്ത് തന്നെ ചാർജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെയൊക്കെ ക്യാമറ കൊടുത്തിരിക്കുന്നത് ഇത് ADAS Level 2 ഫീച്ചേഴ്സുള്ള വാഹനമാണ് എന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ സെൻസറിൻ്റെയും മറ്റും ആ ഒരു ഭാഗമാണ് താഴെയായിട്ട് നമ്മൾ കാണുന്നത്. ഈ ഭാഗത്തും ഒരു അടച്ച് പൂട്ടിയ ഭാഗം തന്നെയാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഒരു പിക്സൽ ടൈപ്പ് ഓഫ് ഡിസൈൻ എന്നൊക്കെയാണ് പറയേണ്ടത്, അതാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലാമ്പിൻ്റെ ഭാഗത്തൊന്നും മാറ്റം സംഭവിച്ചിട്ടില്ല. LED ഹെഡ്ലാമ്പ് ഇവിടെ കാണാം. അതുപോലെ വലിയ ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് അത് മുൻഭാഗത്ത് ഇങ്ങനെ നെടുനീളത്തിൽ നീളുന്നുണ്ട്. അതിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഏറ്റവും താഴെയായിട്ട് കാണുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എയർ ഡാമിൻ്റെ ഭാഗമാണ്. അതും അങ്ങനെ കാര്യമായ രീതിയിൽ അടച്ച് പൂട്ടി തന്നെ വെച്ചിരിക്കുന്നു. പക്ഷേ ഈ ഭാഗത്തിൽ അല്പം തുറന്നിരിക്കുന്ന ഭാഗം കാണുന്നത് എയർ ഫ്ലാപ്പാണ്. അപ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ ഓടി വന്നുകൊണ്ട് ഓപ്പൺ ആയിരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അത് ക്ലോസ്ഡ് ആയിട്ടിരിക്കും. ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒട്ടും തന്നെ മനസ്സിലാകില്ല അവിടെ അങ്ങനെ എയർ ഫ്ലാപ്പ് ഉണ്ടെന്ന്. അത് ആക്റ്റീവ് എയർ ഫ്ലാപ്പ് ടെക്നോളജി എന്നാണ് അവർ വിളിക്കുന്നത്. അത് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട അയോണിക് 5-ലാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വാഹനം സ്പീഡ് എടുത്തു കഴിയുമ്പോഴാണ് ആ ഒരു ഭാഗം തുറക്കുന്നത്. അങ്ങനെ എയർ ഫ്ലോ വളരെ ശക്തമാകും. അതായത് ഉൾഭാഗത്തുള്ള എലമെൻസിലേക്കെല്ലാം ധാരാളം എയർ കടന്നു ചെല്ലുകയും അങ്ങനെ പെട്ടെന്ന് തന്നെ വാഹനത്തിൻ്റെ എന്താ പറയുക യന്ത്രഭാഗങ്ങൾ തണുക്കുകയും ചെയ്യുമെന്നാണ് പറയേണ്ടത്. ഇപ്പോൾ നമ്മൾ ഓടിച്ചു വന്നുകൊണ്ട് എയർ ഫ്ലാപ്പ് ഓപ്പണായിട്ട് ഇരിക്കുകയാണ്. ഈ താഴെയായിട്ട് കാണുന്ന ഈ ഒരു ഭാഗമൊക്കെ മൊത്തത്തിലൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോം ഫിനിഷുള്ള ഭാഗം കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു സ്കിഡ് പ്ലേറ്റ് പോലൊരു ഭാഗം ഏറ്റവും താഴെയായിട്ടും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ മുൻഭാഗം തീർച്ചയായിട്ടും പൂർണ്ണമായും ഒരു ഇലക്ട്രിക് വാഹനമാക്കി മാറ്റിയിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു നിറം ഇത് നമ്മൾ ക്രെറ്റയിൽ കണ്ടിട്ടുള്ളതല്ല. അതിൻ്റെ മാറ്റ് ഫിനിഷും അല്ലാതെ ഒരു ഗ്ലോസി ഫിനിഷുള്ള ഒരു നിറവും കണ്ടിരുന്നു. ഏതായാലും അത് മനോഹരമായിട്ടുണ്ട്. ഒരു ഇലക്ട്രിക് വാഹനത്തിന് ചേരുന്ന നിറം എന്നാണ് പറയേണ്ടത്. ബോണറ്റിലൊക്കെ പവർ ബൾജുകളും മറ്റും ബോണറ്റ് ലൈനുകളൊക്കെ കൊടുത്ത് വളരെ കരുത്തുറ്റ ഒരു രൂപമാക്കി മാറ്റിയിട്ടുമുണ്ട്. എന്തായാലും മുൻഭാഗം കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ആ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും മനസ്സിലാകുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണെങ്കിൽ പോലും ക്രെറ്റ എന്ന് പറയുന്നത് നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട വാഹനത്തിൻ്റെ ആ ഒരു ബേസിക് രൂപത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടുമില്ല. ഇവിടെ കൊടുത്തിരിക്കുന്ന 17 ഇഞ്ചിൻ്റെ ടയറാണ്. 17 ഇഞ്ചിൻ്റെ ടയർ തന്നെയാണ് നമുക്ക് ക്രെറ്റയുടെ ടോപ്പിൻ്റെ വേരിയൻസ് ഉള്ളത്. 16ഉം 17ഉം ഉണ്ട്. അതിൽ 17 ഇഞ്ച് ടയേഴ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഈ കാണുന്ന എയറോ വീൽ എന്ന് വിളിക്കുന്ന, അതായത് എയർ പാസേജ് കാര്യമായ രീതിയിൽ അനുവദിക്കുന്ന രീതിയിൽ EVകൾക്ക് ചേരുന്ന എയറോ വീലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ ഒരു സ്റ്റീൽ ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത്. മുൻഭാഗത്ത് ബമ്പറിൽ നിന്ന് തുടങ്ങുന്നത് പോലെയുള്ള ഒരു ക്ലാഡിംഗ് ആണ് നമ്മളിവിടെ കാണുന്നത്. വളരെ കനത്ത ക്ലാഡിങ്. അത് ആ വീലാർസിനെ ചുറ്റി അങ്ങനെ പിൻഭാഗത്തേക്ക് വരുന്നു. സൈഡ് വ്യൂ മിറേഴ്സിനൊക്കെ ബോഡി കളറാണ് മേൽഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. താഴെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ടേൺ ഇൻഡിക്കേറ്റേഴ്സും അതിൽ വന്നിട്ടുണ്ട്. നേരത്തെ ഹ്യുണ്ടായി പ്ലാൻ ചെയ്തിരുന്നത് അങ്ങനെയാണ് ഞാൻ കേട്ടത്. അതായത് ഈ കാണുന്ന ഭാഗം ഇതൊരു അലൂമിനിയം ഫിനിഷുള്ള ഭാഗമാണല്ലോ, ക്രെറ്റയിൽ നമ്മൾ കാണുന്നത് തന്നെയാണ്. ഇതിന് ബ്ലാക്ക് ഫിനിഷ് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് കേട്ടിട്ടുണ്ട്. അത് ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു മാനസികമായിട്ട്. പക്ഷേ വണ്ടി വന്നപ്പോൾ അങ്ങനെയൊന്നുമല്ല, അവിടെ സ്റ്റീൽ ഫിനിഷ് തന്നെയാണ്. പക്ഷേ ബ്ലാക്ക് ഫിനിഷ് ആയിരുന്നത് കുറച്ചുകൂടി ഭംഗിയാകുമായിരുന്നു എനിക്ക് തോന്നുന്നു. ഏതായാലും മറ്റൊരുത്തുള്ള മാറ്റങ്ങളൊന്നും പറയാനില്ല. സൈഡിലൊക്കെ ആ ഒരു കനത്ത ബോഡി ലൈൻ ബൾജൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ അലൂമിനിയം ഫിനിഷുള്ള ഭാഗം പിൻഭാഗത്തേക്ക് നീളുന്നുണ്ട്. ബി പില്ലറിൽ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മേൽഭാഗത്ത് ഒരു റൂഫ് റെയിൽ ഒരു ഭംഗിയുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തുനിന്ന് നമുക്ക് ക്രെറ്റയുടെ അതായത് ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ക്രെറ്റയ്ക്ക് വേണ്ടി യാതൊരു മാറ്റവും പറയാനില്ല. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ ഉണ്ട്. അത് പിൻഭാഗത്തെ മനോഹരമാക്കുന്നുണ്ട്. അതിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ളൊരു ഭാഗവും കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം ക്രെറ്റയുടെ തന്നെയാണ്. ഡീഫോഗർ അതുപോലെ തന്നെ വൈപ്പറൊക്കെ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ തനതായ എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള LED സ്ട്രിപ്പാണ്. പക്ഷേ നമ്മൾ ക്രെറ്റയിലും കണ്ടിട്ടുള്ളത് തന്നെയാണത്. ഇലക്ട്രിക് എന്നുള്ള ബാഡ്ജിങ് ആണ് വ്യത്യാസമായിട്ട് പറയാവുന്നൊരു കാര്യമെന്ന് പറയുന്നത്. അതുപോലെ താഴെയായിട്ട് ഈ കാണുന്ന ഈ ഒരു പിക്സൽ
ഡിസൈനുള്ള ഭാഗവും ഇലക്ട്രിക് വാഹനത്തിന് മാത്രമായിട്ടുള്ളതാണ്. മുൻഭാഗത്തെ പോലെ തന്നെ താഴെയും അലൂമിനിയം ഫിനിഷുള്ള ഒരു ബോട്ടം ഭാഗം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇനി ബൂട്ട് സ്പേസ് നോക്കാം. ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സ്വാഗതാർഹമായൊരു കാര്യം. അതായത് 433 ലിറ്റർ ബൂട്ട് സ്പേസ് നിങ്ങൾക്ക് ഡീസൽ പെട്രോൾ കറ്റയിൽ കിട്ടിയിരുന്നെങ്കിൽ അത് തന്നെ ഇവിടെയുണ്ട്. ചെന്നൈയിൽ മഴക്കാലമൊന്നും അല്ലെങ്കിൽ നമുക്കൊരു കുട തന്നിട്ടുണ്ട്. പിന്നെ ഒരു സ്പെയർ വീല് തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നോക്കട്ടെ. സ്പെയർ വീലും കൊടുത്തിട്ടുണ്ട്. ഒരു ഫുൾ സ്പെയർ വീല് തന്നെയുണ്ട്. അപ്പോൾ പിൻഭാഗത്തേക്ക് ഇലക്ട്രിക് വാഹനത്തിൻ്റെതായ മറ്റ് ഭാഗങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ പിൻഭാഗത്ത് ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്പീക്കർ നമുക്ക് ഈ ഭാഗത്ത് അത് കൊടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ ഓർപ്പിക്കുന്നത് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ക്രെറ്റ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് ബോണറ്റ് തുറന്നാണ്. കാരണം ബോണറ്റിൻ്റെ ഉള്ളിലുമുണ്ട് ചെറിയ ഒരു ബൂട്ട് സ്പേസ്, ഫ്രങ്ക് എന്ന് വിളിക്കുന്ന സ്പേസ്. അതൊന്ന് കാണാം. അപ്പോൾ നമ്മൾ ബോണറ്റ് തുറക്കുമ്പോൾ നല്ലൊരു കുഞ്ഞു പെട്ടി, അതായത് 22 ലിറ്ററാണ് ഈ ഒരു ഫ്രങ്ക് സ്പേസ് എന്ന് വിളിക്കാവുന്നത്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് സാധാരണ അല്ലെങ്കിൽ തന്നെ 422 433 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒട്ടും മോശം ബൂട്ട് സ്പേസ് അല്ല. അതിൻ്റെ കൂടെ ചെറിയ സാധനങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കാവുന്ന 22 ലിറ്റർ കൂടെ നിങ്ങൾക്ക് കിട്ടുകയാണ്. എന്തായാലും വളരെ നീറ്റാണ് ഈ ഒരു ബോണറ്റിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. എല്ലാം വളരെ ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്നു. ഫ്രങ്കിൻ്റെ ചുറ്റുമായിട്ട് എല്ലാ ഭാഗങ്ങളും കൃത്യമായി സംവിധാനം ചെയ്തിരിക്കുന്നു. വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും പുതിയ ക്രെറ്റ EVയുടെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ. തീർച്ചയായിട്ടും നമ്മുടെ ഇഷ്ടപ്പെട്ട വാഹനമായ ക്രെറ്റയിൽ ഇത്തരത്തിലുള്ള EV ഡിസൈൻ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ വാഹനം കൂടുതൽ ഭംഗിയായിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട്ടിലുമുണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെയുള്ള ആരാധകർ എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് വന്ന് നിൽക്കുന്നു 2 പേർ. നമ്മുടെ കളമശ്ശേരിയിലെ ഗ്രൗണ്ടിൽ തീർച്ചയായിട്ടും ഇവന്മാർ വന്ന് നിൽക്കാറുണ്ട്. ഇവിടെയുമുണ്ട്. എപ്പടി ഇരിക്കേ? സൗഖ്യമാ? നാണമാണെന്ന് തോന്നുന്നു. പോട്ടെ. അപ്പോൾ എന്തായാലും നമുക്കിനി വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കാണാം. ഹ്യുണ്ടായി ക്രെറ്റയുടെ ഉൾഭാഗം പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ വന്ന ആ ഒരു കാലം തൊട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻറ്റീരിയറാണ്. ഇപ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക് വാഹനം കാണുമ്പോഴും വലിയ വ്യത്യാസമൊന്നും വരുത്താതെ അത് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു ഫ്ലോട്ടിംഗ് സെൻട്രൽ കൺസോൾ വന്നു എന്നുള്ളതാണ്. നമ്മൾ ഡാഷ്ബോർഡിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും നമുക്ക് അനുഭവപ്പെടാനില്ല. തീർച്ചയായിട്ടും വളരെ ഭംഗിയുള്ള വളരെ എലഗൻ്റ് ആയിട്ടുള്ള ആ ഒരു ഇൻറ്റീരിയർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ കാണുന്നത് കാണുന്ന ഒരു ബീജ് ഫിനിഷുള്ള ഭാഗം, പിന്നെ ബ്ലാക്ക് ഫിനിഷ്, ഇവിടെയൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് അത് ഇവിടെയുമുണ്ട്. പിന്നെ ഈ ഒരു ലോവർ പാർട്ടിലേക്ക് വരുമ്പോൾ വീണ്ടും ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം. ഇത്രയാണ് നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ. ഇവിടെ AC വെൻറ്റിൻ്റെയൊക്കെ ഈ ഒരു ഡിസൈൻ രീതിയൊക്കെ നന്നായിട്ടുണ്ട്. അത് ഇവിടേക്ക് വരുമ്പോഴും അങ്ങനെ കൺസീൽഡ് ആയതുപോലെ അങ്ങനെ നീളുന്നുണ്ട്. അങ്ങനെ വളരെ പ്രീമിയംനെസ് തോന്നിക്കുന്ന ഒരു ഇൻറ്റീരിയർ എന്നാണ് പറയേണ്ടത്. പ്രധാനമായിട്ടും നമുക്ക് ഈ വാഹനത്തിലും കാണാനാവുന്നത് 10.25 ഇഞ്ചിൻ്റെ 2 സ്ക്രീനുകളാണ്. നമ്മൾ ക്രെറ്റയിൽ കണ്ട അതേ സ്ക്രീനുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അതായത് ബ്ലൂ ലിങ്ക് എന്ന് പറയുന്ന ഈ ക്രെറ്റയുടെ അല്ലെങ്കിൽ ഹ്യുണ്ടായുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ EVക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു ഭാഗം കൂടി വന്നിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്.
അതിൽ ബാറ്ററിയുടെ പെർസെൻറ്റേജ് അതുപോലെ എത്ര കിലോമീറ്റർ ഓടാനുണ്ട്. ഇപ്പം 96% ബാറ്ററിക്കുള്ളത്. അതിൽ 450 കിലോമീറ്റർ AC ഓണായിട്ട് കിട്ടുന്നു, 475 കിലോമീറ്റർ AC ഓഫ് ആണെങ്കിൽ കിട്ടുന്നു. അതാണിപ്പോൾ ഇതിൽ കൃത്യമായിട്ടും സംഭവം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് അതിൽ കാണുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ മാപ്പ്, നാവിഗേഷൻ, ഫോൺ പ്രൊജക്ഷൻ, വോയിസ് മെമ്മോ, ക്ലൈമറ്റ്, വാലറ്റ് മോഡ്, ഇൻകാർ പേയ്മെൻറ്റ്, ക്വയറ്റ് മോഡ്, റേഡിയോ സെറ്റിങ്സ്, മീഡിയ, ജിയോ സാവൻ, ബ്ലൂ ലിങ്ക്, നോട്ടിഫിക്കേഷൻ, മാനുവൽ, അങ്ങനെ പല കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതെൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ക്രീനും കാണുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം വെച്ചാൽ ഹ്യുണ്ടായുടെ പുതിയ വാഹനങ്ങളിലൊക്കെയുള്ള എല്ലാ കണക്റ്റിവിറ്റി ഫീച്ചേഴ്സും ഉണ്ടെന്നാണ് പറയുന്നത്. കൂടാതെ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് 360 ഡിഗ്രി ക്യാമറയും കാണാം. നല്ല റെസൊല്യൂഷനുള്ള സ്ക്രീനും നല്ല റെസൊല്യൂഷനുള്ള ക്യാമറയും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊന്നും മോശമല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളും എല്ലാം ക്യാമറയായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. താഴേക്ക് വരുമ്പോൾ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്ക്രീനാണ്, വലിയ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ ഒരു മീഡിയയുടെയും മറ്റും അല്ലെങ്കിൽ റേഡിയോ അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സ്വിച്ചിലൂടെയും ഇവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ട്രാക്കൊക്കെ സെലക്ട് ചെയ്യാൻ അതിൽ കൂടെ സാധിക്കും. ഇവിടെ AC-യുടെ ടെമ്പറേച്ചർ സ്ക്രീൻ ഇവിടെ കാണുന്നു. അതുപോലെ തന്നെ AC-യുടെ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം വളരെ ഒരു ചെറിയ ടച്ചിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ടോഗിൾ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ടെമ്പറേച്ചർ 2 ഡ്യുവൽ സോൺ ആയതുകൊണ്ട് 2 സൈഡിലും ടെമ്പറേച്ചറിൻ്റെ ടോഗിൾ സ്വിച്ചുകളും ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ അവിടുന്ന് താഴേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ചാർജിങ് പോർട്ടുകളാണ്. 2 ചാർജിങ് പോർട്ട്, ഒന്ന് C ടൈപ്പ് ഉണ്ട്, ഒന്ന് സാധാ പോർട്ടുണ്ട്. കൂടാതെ ഒരു 12 വോൾട്ടിൻ്റെ വലിയ ചാർജർ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇവിടെ വയർലെസ് ചാർജിങ് പാഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിന് നല്ല ഗ്രിപ്പുണ്ട്. അതവിടെ വെച്ചാൽ അവിടെ തന്നെ അങ്ങനെ ഫോൺ അവിടെ തന്നെ അങ്ങനെ ഇരുന്നുള്ളൂ. പിന്നെ താഴേക്ക് വരുമ്പോൾ സ്റ്റോറേജ് സ്പേസ്. അതുകൂടാതെ ഇതാണ് കീക്കൊന്നും യാതൊരു മാറ്റമില്ല. ഹ്യുണ്ടായുടെ ഏതൊരു കീയും പോലെ ഒരു കൂതർ കീയാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ നല്ല ട്രെൻഡി കീ കൊടുക്കാമായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ, അത് ചെയ്തില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഒരു ഫ്ലോട്ടിംഗ് സെൻറ്റർ കൺസോള്. അതിൽ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു നീല നിറം, അത് EVകളുടെ ഒരു നിറമുള്ള, അതുകൊണ്ട് ആംബിയൻ ലൈറ്റ് നിങ്ങൾക്ക് സൈഡിൽ കാണാമെന്ന് കരുതുന്നു, അതും കൊടുത്തിട്ടുണ്ട്. ഇത് ഡ്രൈവ് മോഡുകളുടെ സെലക്ടറാണ്. ഡ്രൈവ് മോഡെന്ന് പറയുമ്പോൾ സ്പോർട്ട്, നോർമൽ, ഇക്കോ തുടങ്ങിയ മോഡുകളാണുള്ളത്. അത് നമുക്ക് ഇതിൽ കാണാം, അത് മാറുന്നത്, അത് നമുക്ക് തിരിക്കാം. അതിനുള്ള സ്വിച്ചാണിത്. നമ്മുടെ ഒരു യുവാവ് ഇവിടെ ഷൂട്ട് കാണാൻ വന്നിരിക്കണം. മനെ, ഇത് കഴിയുമ്പോഴത്തേക്കും പ്രോഗ്രാം കാണണം കേട്ടോ. തിരിച്ചു പോരട്ടെ. അപ്പോൾ ഇവിടെ ഈ 2 കാര്യങ്ങളെന്ന് പറയുന്നത് വെന്റിലേറ്റഡ് സീറ്റിൻ്റെ സ്വിച്ചുകളാണ്. ഫ്രണ്ടിലെ 2 സീറ്റും വെന്റിലേറ്റഡാണ്. അതിൻ്റെ സ്വിച്ചുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇത് 360 ഡിഗ്രി ക്യാമറയുടെ സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഇത് ഓട്ടോ ഹോൾഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ സാമാന്യം ഭേദപ്പെട്ട ഒരു ആംബ്രസ്റ്റ്, അതിന് താഴെ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ചിൽഡാണ്. ഇതിൻ്റെ അകത്ത് ബിയറല്ല കേട്ടോ, കൊക്കക്കോളയും മറ്റും വെച്ച് കുടിക്കാം. കൊക്കക്കോള നമ്മുടെ പാർട്ടിയെതിരാണ് കേട്ടോ, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, സോറി. എന്തെങ്കിലും സാധനങ്ങളൊക്കെ തണുപ്പിച്ച് സൂക്ഷിക്കാം. എന്തായാലും സീറ്റിൻ്റെ ഈ ഒരു അപ്ഹോൾസ്റ്ററിയും അതുപോലെ തന്നെ ഇതിൻ്റെ കുഷനിങ് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ക്രെറ്റ ഇലക്ട്രിക് എന്നുള്ള ബാഡ്ജിങ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. 2 സൈഡിൽ നല്ല ബോൾസേഴ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നു. ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ അതിലെ സ്റ്റിച്ചിങ് എല്ലാം കൊടുത്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഭാഗത്ത് നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ വെക്കാം. അതിനും ഗ്രിപ്പ് കൊടുത്തിട്ടുള്ളതാണ് പ്രത്യേകത. ഫോണൊക്കെയാണ് തീർച്ചയായിട്ടും വെക്കാവുന്ന കാര്യം. അതുപോലെ തന്നെ വലിയ ഗ്ലോ ബോക്സ്, അതും ചിൽഡാണ്. അതിലും നമുക്ക് പാർട്ടി വിരുദ്ധമല്ലാത്ത എന്ത് പാനീയങ്ങളും സൂക്ഷിക്കാം. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ബോസിൻ്റെ ഒരു കിഡിലെ മ്യൂസിക് സിസ്റ്റം ഉണ്ട്. അതിൻ്റെ വൂഫറൊക്കെയാണ് തോന്നുന്നു കേട്ടോ ഇവിടെ കാണുന്നത്, ആണെന്ന് ഞാൻ കരുതുകയാണ്. അതുപോലെ ഡോർ പാഡിലേക്ക് പോകുമ്പോൾ അവിടെയും ബോസ് എന്നെഴുതിയ വലിയ ഒരു സ്പീക്കറുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ ബോട്ടിൽ വയ്ക്കാം. അതുപോലെ നല്ല ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മോനെ ഇവിടെ ഇത്തിരി മാറിക്കടാ, പ്രോഗ്രാം കണ്ടാൽ പോരെ, ഷൂട്ട് കാണണോ, ഒന്ന് മാറിയുന്നേ. ശ്യാമയെ വീണ്ടും പോരട്ടെ ഉള്ളിലേക്ക്. വീണ്ടും ഉള്ളിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് കാണാവുന്നത് പനോരമിക് സൺറൂഫാണ്. അതിൻ്റെ ഗ്ലാസ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് പകുതി തുറക്കാവുന്ന രീതിയിലാണ്. ബാക്കി നമുക്ക് ഗ്ലാസ് ഏരിയ ആയിട്ട്, അല്ലെങ്കിൽ മൂൺ റൂഫ് എന്ന് പറയുന്ന പുതിയ പേരിൽ അറിയപ്പെടാൻ സാധ്യതയുള്ള സംഭവമാണിത്. പിന്നെ ഉള്ളത് അതിൻ്റെ അത് മൊത്തത്തോടെ അടഞ്ഞു വരുന്നതുണ്ടോ, അതിൻ്റെ ആ പാനലും കൂടെ ഇങ്ങ് പോകുന്നു, അതവിടെ നിൽക്കുന്നു. വന്ന് പൂർണ്ണമായിട്ടും ഇങ്ങനെയാണ് അടയുന്നത്. പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ സ്റ്റിയറിംഗ് വീല് പൂർണ്ണമായും പുതിയതാണെന്നാണ് പറയേണ്ടത്. അതായത് നമ്മൾ ക്രെറ്റയിൽ കണ്ടുവന്നിരുന്ന ആ ഒരു സ്റ്റിയറിംഗ് വീലേ അല്ല കൊടുത്തിരിക്കുന്നത്. സത്യത്തിൽ ഇത് കോന എന്ന വാഹനത്തിൻ്റെ ഏറ്റവും പുതിയ ഏറ്റവും പുതിയ മോഡൽ. അതിപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടില്ല, കൊറിയയിലൊക്കെ ഉണ്ട്. അതിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ നടുവിൽ കാണുന്ന H എന്ന് എഴുതിയിരിക്കുന്ന മോഴ്സ് കോഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. മോഴ്സ് കോഡൊക്കെ ഹ്യുണ്ടായി ഈ പറഞ്ഞ അവരുടെ ഇലക്ട്രിക് വാഹനങ്ങളിൽ കൊണ്ടുവന്ന ചില കൗതുകങ്ങളിൽ പെടുന്ന കാര്യമാണ്. അതാണ് ഈ കാണുന്നത്. ഈ സൈഡിലും മറ്റും നല്ല ഭംഗിയുള്ള സ്വിച്ചുകളാണ്. ക്രൂസ് കൺട്രോളിനും മറ്റു സ്വിച്ചുകളൊക്കെയാണ് ഈ കാണുന്നത്. കൂടാതെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിൻ്റെ പോലുള്ള കാര്യങ്ങളുടെ സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നു. അഡാസ് ഫീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിന് നമുക്ക് ഉപയോഗിക്കാം.
ഏറ്റവും കൗതുകമുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ സൈഡിൽ കാണുന്ന ഡ്രൈവ് സെലക്ടറാണ്. ഇതാണ് ഇതിൻ്റെ ഡ്രൈവ് സെലക്ടർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കോനയിൽ കണ്ടത് തന്നെയാണ്. ഇവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തിരിക്കുമ്പോൾ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, ഇത്രയും മോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സൗകര്യപ്രദമായി യൂസ് ചെയ്യാം. ഇത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും പാർക്ക് മോഡിലേക്ക് വാഹനം മാറുകയും ചെയ്യും. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും ചില സ്വിച്ചുകളൊക്കെ കാണാം. ഹെഡ്ലൈറ്റ് ലെവലറാണ് ഈ കാണുന്നതെങ്കിൽ ഡിസൻ കൺട്രോളും മറ്റും അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തൊരു ട്വീറ്ററൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ 10.25 ഇഞ്ചിൻ്റെ സ്ക്രീനിൻ്റെ തുടർച്ചയായിട്ട് തന്നെ നമുക്കിവിടെ മീറ്റർ കൺസോൾ കാണാം. അതിൽ ഈ കാണുന്ന 96% ചാർജ് ബാക്കിയുണ്ടെന്നുള്ള കാര്യവും ഇതുവരെ ഓടിയത് 317 കിലോമീറ്റർ ആണെന്നുള്ള കാര്യവും മറ്റും കൊടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ 425 കിലോമീറ്റർ ഓടാനുള്ള ഇന്ധനം ബാക്കിയുണ്ടെന്നുള്ള കാര്യമാണ് കാണിക്കുന്നത്. അങ്ങനെ നല്ല ഭംഗിയുള്ള ഗ്രാഫിക്സും മറ്റും കൊടുത്ത് അത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്പോട്ട് എന്ന് പറയുന്ന മോഡിലാണ് ഇത് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. നമ്മളിവിടെ ഈ ഒരു മോഡ് ഇത് മാറ്റുമ്പോൾ അത് മാറുന്നു, ഇക്കോയാകുന്നു, നോർമലാകുന്നു. അതൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാവുന്ന കാര്യങ്ങൾ. എന്തായാലും നല്ല വിസിബിലിറ്റി ഉള്ള ഡാഷ്ബോർഡും മറ്റുമാണ്. താഴ്ന്ന ഡാഷ്ബോർഡ്, താഴ്ന്ന ബോണറ്റ്, അത്തരം കാര്യങ്ങളെല്ലാം വളരെ സൗകര്യപ്രദമായ ഡ്രൈവ് സമ്മാനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ഒരു എലഗൻസ്, തീർച്ചയായിട്ടും എലഗൻസിൻ്റെ കാര്യത്തിലും ഈ വാഹനം ഒട്ടും പിന്നിലല്ല. ആണെങ്കിൽ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ഫോൾഡബിൾ ആയിട്ടുള്ള മിറേഴ്സാണ്, അത് കാണാം. ഇവിടെ സെൻട്രൽ ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് മെമ്മറി അഡ്ജസ്റ്റ്മെൻറ്റാണ്, സീറ്റിൻ്റെ മെമ്മറി അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. 2 മെമ്മറികളാണുള്ളത്. അതിൽ നമുക്ക് സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ മെമ്മറിയിൽ സൂക്ഷിക്കാൻ സാധിക്കും. പിന്നെ ഡ്രൈവർ സൈഡിലെ സീറ്റിനും മറ്റും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെയാണ് നമ്മൾ ഈ സൈഡിൽ കാണുന്നത്. അതുപോലെ തന്നെ പാസഞ്ചർ സീറ്റിനും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് വളരെ സൗകര്യപ്രദമായ കാര്യമാണ്. എന്ന് മാത്രവുമല്ല, ഈ സൈഡിൽ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് പിൻഭാഗത്തിരിക്കുന്നയാൾക്ക് മുൻഭാഗത്തെ സീറ്റ് മുന്നിലേക്ക് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അങ്ങനെ പിന്നിലിരിക്കുന്നയാൾ പാസഞ്ചർ സീറ്റിൽ ആളില്ലെങ്കിൽ അയാൾക്ക് സുഖമായിട്ട് കാല് നീട്ടിവെച്ച് ഇരിക്കാം. ഈ ഇത്രയും സ്പേസാണ് അങ്ങനെ വരുമ്പോൾ പിൻഭാഗത്തിരിക്കുന്ന ആൾക്ക് കിട്ടുന്നത്. അതും ഗംഭീരമായൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിനി വാഹനത്തിൻ്റെ പിൻഭാഗത്ത് കടന്നിരിക്കാം. പിൻഭാഗത്ത് കടൽ പോലെ സ്ഥലമാണെന്നാണ് പറയേണ്ടത്. വളരെ ലാവിഷായിട്ട് കാല് നീട്ടി വെച്ചിരിക്കാം. തീർച്ചയായിട്ടും കറ്റയുടെ പിൻഭാഗത്ത് ഒരിക്കലും ആ സ്പേസിനെ കുറ്റം പറഞ്ഞിട്ടില്ല. ഇതിലിതാ ഇഷ്ടം പോലെ. അതുപോലെ ഫുൾ ഫ്ലാറ്റാണ് ഫ്ലോർ എന്നുള്ളതുകൊണ്ട് സുഖമായിട്ട് വേണമെങ്കിൽ 4 പേർക്ക് പോലും ഇരിക്കാൻ പറ്റുന്ന അത്രയും സ്പേസും അത്രയും ഫ്ലാറ്റായിട്ടുള്ള ഫ്ലോറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ചാർജിങ് പോയിൻറ്റുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ മൊബൈൽ ഫോൺ സൂക്ഷിക്കാവുന്ന സ്ഥലം, പിൻഭാഗത്തേക്ക് AC വെൻറ്റുകൾ, ഇവിടെ വേണം ലാപ്ടോപ്പൊക്കെ വെച്ച് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കാപ്പിയെ കുടിച്ചു പോകാൻ പറ്റുന്ന ഒരു ട്രേ കൊടുത്തിരിക്കുന്നു. ഇവിടെയും പേർപ്പസും മറ്റും സൂക്ഷിക്കാവുന്ന ഒരു സ്പേസ് അവിടെയുണ്ട്. നടുവിൽ ആളില്ലെങ്കിൽ സുഖമായി ആംറസ്റ്റ് നിവർത്തി വെച്ചിരിക്കാം. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റ്, ഉയർന്നു നിൽക്കുന്ന തൈ സപ്പോർട്ടുള്ള സീറ്റ് കൊടുത്തിരിക്കുന്നു. സീറ്റിൻ്റെ നിറങ്ങളും ഒക്കെ മുൻഭാഗത്ത് കണ്ട പോലെ തന്നെ വളരെ ഭംഗിയായിട്ടുണ്ട്. എലഗൻസ് ഉള്ള ഒരു സീറ്റ് എന്നാണ് പറയേണ്ടത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ സൺ ബ്ലൈൻഡ് ഉണ്ട്. അത് നമുക്ക് മാനുവലി ഉയർത്തി വയ്ക്കാൻ പറ്റുന്നതാണ്. സുഖമായിട്ട് യാത്ര ചെയ്യാം. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ലാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. പനോരമിക് സൺറൂഫ് ഏറ്റവും പിന്നിൽ വരെ, തലയുടെ പിൻഭാഗം വരെ വരുന്നുണ്ട്. സുഖമായിട്ടിരിക്കാം. നടുവിലിരിക്കുന്ന ആൾക്കും ഇവിടെ സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3 പേർക്ക് ഇരിക്കാൻ തന്നെയാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. നല്ലൊരു പാഴ്സൽ ട്രേ, വലിയൊരു പാഴ്സൽ ട്രേ പിൻഭാഗത്തും കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിലേക്ക് വരുമ്പോൾ ചെറിയ 2 ബോട്ടിൽ വയ്ക്കാം. ഒരു ഫുൾ 1 ലിറ്റർ ബോട്ടിൽ വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ 2 ചെറിയ ബോട്ടിൽ വയ്ക്കാം. അവിടെയും ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്പീക്കറിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ള കാര്യം നോക്കുക. അത്രയും വലിയ ഒരു സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ആംറസ്റ്റും കൊടുത്തിട്ടുണ്ട്, മോശമല്ല. സീറ്റിൻ്റെ ഹൈറ്റ് മോശമല്ലാത്തതുകൊണ്ട് തന്നെ വിൻഡോ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ തോളിനൊപ്പമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി ഒന്നും ഒരു പ്രശ്നമേ അല്ല. പിന്നെ ഞാനീ പറഞ്ഞ പോലെ മുൻഭാഗത്ത് ആളില്ലെങ്കിൽ നമുക്ക് അങ്ങനെ സീറ്റ് ഫോൾഡ് ചെയ്ത് ഇവിടെ ഇരിക്കുന്നതൊക്കെ എത്രത്തോളം ലെഗ് സ്പേസാണ് കിട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കുക. എന്ന് പറയുമ്പോൾ ഒരു ഷോഫർ ഡ്രിവൺ വാഹനമാണ് എങ്കിൽ സുഖമായിട്ട് കാല് നീട്ടി വെച്ചിരിക്കാം. വേണമെങ്കിൽ കിയ കാർണിവൽ പോലുള്ള MPകളുമായിട്ട് ഉപമിക്കാവുന്ന രീതിയിലുള്ള അത്രയും സ്പേസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഒരു കുറ്റവും പറയാനില്ല. അത്രയും മനോഹരമായ ഒരു വാഹനമാണ്. ചെറിയ ദൂരം ഓടിച്ചപ്പോൾ അതും വളരെ ഇഷ്ടപ്പെട്ടു. അതിഗംഭീരമായ ഒരു ഡ്രൈവബിലിറ്റിയുള്ള വാഹനമാണ്. എങ്കിലും നമുക്ക് അല്പം ഷോട്ടൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും വന്ന് ചെന്നൈ മഹാബലിപുരം ഉള്ളത് കാര്യമായിട്ട് ഓടിച്ചു.
എൻ്റെ ഒരു ഫ്രണ്ട് നിയാസ്, തിരുവനന്തപുരംകാരാണ്. നിയാസിൻ്റെ വീട്ടിൽ റോൾസ് റോയ്സ്, വോക്സ്വാഗൺ പോളോ GT, BMW 3 സീരീസിൻ്റെ പെട്രോള്, അങ്ങനെ പല വാഹനങ്ങളുമുണ്ട്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ എറണാകുളത്ത് വന്നൊരു ഇലക്ട്രിക് കാർ വാങ്ങിച്ചുകൊണ്ട് പോയി. അത് വാങ്ങിച്ചിട്ട് തിരിച്ച് തിരുവനന്തപുരത്ത് വീട്ടിലെത്തിയ ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഒരു വണ്ടിയും തൊടുവില്ല കേട്ടോ, റോൾസ് പോലും തൊടുവില്ല. അത്രയ്ക്ക് രസകരമായിരുന്നു ആ വാഹനത്തിൻ്റെ ഡ്രൈവ്. ഇത്രയും കാലം ഇലക്ട്രിക് വാഹനം വാങ്ങിക്കാത്തതിൽ എനിക്ക് ദുഃഖം തോന്നുന്നു എന്നൊക്കെയാണ് നിയാസ് പറഞ്ഞത്. അതുതന്നെയാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള സ്പോർട്സ് കാറുകളോ എന്ത് കുന്തം പെട്രോൾ വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഇനിഷ്യൽ റെസ്പോൺസും ഇനിഷ്യൽ പിക്കപ്പും എന്ന് പറയുന്നത് നമ്മൾ അമ്പരപ്പിക്കുന്നതാണ്. അത് കൂടാതെ സ്മൂത്ത്നെസ്. നമ്മൾ പലപ്പോഴും പറയുമല്ലോ, ഡീസൽ വാഹനം വാങ്ങിക്കരുതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, അതിന് കുറച്ച് സൗണ്ട് കൂടുതലൊക്കെ അല്ലേ, പെട്രോൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് സൈലൻറ്റും കുറച്ച് റിഫൈൻഡും അല്ലേ എന്ന്. അപ്പോൾ ഈ വാഹനം ഓടിക്കുന്നവരെന്താ പറയുക ആലോചിച്ച് നോക്കാം. റിഫൈൻമെൻറ്റിൻ്റെയൊക്കെ പീക്കാണ്, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു റിഫൈൻമെൻറ്റ് ഇല്ല, ഒരു ശബ്ദവും ഇല്ല. ആദ്യകാലത്തൊക്കെ ഇലക്ട്രിക് വാഹനങ്ങൾ, അത് 2 വീലറായാലും 4 വീലറായാലും അതിൽ ഒരു സൗണ്ട് സ്പീക്കറിൽ കൂടെ എങ്കിലും കൊടുക്കുമായിരുന്നു, നമുക്കൊരു വാഹനം ഓടിക്കുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടി. ഇപ്പോൾ അതുപോലും കൊടുക്കാറില്ല. ഇപ്പോൾ പൂർണ്ണമായും സൈലൻ്റായിട്ട് വാഹനം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ രാവിലെ നമ്മൾ താജിൻ്റെ ഹോട്ടലിൽ നിന്ന് യാത്ര തുടങ്ങി നമുക്കൊരു 78 കിലോമീറ്റർ അപ്പുറത്തൊരു പിറ്റ് സ്റ്റോപ്പ് പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്കൊരു റിഫ്രഷ്മെൻറ്റ് കഴിച്ചിട്ട് പോരാൻ വേണ്ടി. അവിടെ ഞാനിപ്പോൾ നമ്മുടെ കൂടെയുള്ള 2 പേരെ വിളിക്കുമ്പോൾ അവരൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞു. കാരണം വെച്ചാൽ അവരൊക്കെ അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഓടിച്ചങ്ങ് പോയി. അപ്പോൾ നമുക്കൊരു 72 കിലോമീറ്റർ ദൂരം എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എറണാകുളത്ത് നിന്നും എൻ്റെ വീട്ടിൽ കോട്ടയത്ത് പാമ്പാടിയിൽ എൻ്റെ വീട്ടിൽ പോകുന്ന ദൂരമാണ്. അതൊക്കെ സാധാരണ നമ്മളെടുക്കുന്നത് നമ്മളിവിടുത്തെ തിരക്കും കൂടി ആകുമ്പോഴത്തേക്കും റോഡിൻ്റെ കണ്ടീഷനും കൂടി ആകുമ്പോഴത്തേക്കും പലപ്പോഴും 2.5 മണിക്കൂർ വരെ എടുക്കാറുണ്ട്. ആ ദൂരമാണ് അവരൊക്കെ ഇപ്പോൾ രാവിലെ 1 മണിക്കൂർ താഴെ ദൂരം കൊണ്ട് ഓടിയെത്തത്. ആ രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോൾ ഒന്ന് ആക്സിലേറ്റർ കൊടുക്കാൻ പോവാണ്. ശരിക്കും നമ്മളെ കൊണ്ടൊരു പോക്കാണ് പോകുന്നത്. വളരെ രസകരമായ അനുഭവവും അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അനുഭവമാണ്. കാരണം വെച്ചാൽ ഏതൊരവസ്ഥയിലും കാല് കൊടുത്താൽ പറക്കുന്നൊരു വാഹനം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സൂക്ഷിച്ച് വേണം ഈ വാഹനം ഓടിക്കാൻ. പക്ഷേ ഈ ഹ്യുണ്ടായി ക്രെറ്റയുടെ കാര്യത്തിൽ കുറച്ച് കൺട്രോൾഡായിട്ടാണ് വാഹനം പോകുന്നതെന്ന് എനിക്ക് തോന്നി. അതായത് നമ്മൾ കാലെടുത്താൽ ഉടൻ തന്നെ ഒരു ബ്രേക്ക് ചെയ്ത ഫീൽഡിൽ റിജനറേറ്റീവ് ബ്രേക്കിങ് ആക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ അഡാസിൻ്റെ ഫീച്ചേഴ്സ്, ലെയിൻ കീപ്പ് അസിസ്റ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾഡായിട്ട് തന്നെ ഓടിക്കാൻ സാധിക്കും. അങ്ങനെ അല്ലാതെ കൈവിട്ട പോക്കിൽ പോകുന്ന ഇലക്ട്രിക് വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് ക്രെറ്റ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ആയാലും അതിൻ്റെ വിസിബിലിറ്റി ആയാലും അത്തരം സ്പേസ്, അത്തരം പല കാര്യങ്ങളാണ്. അതിലൊന്നും യാതൊരു കോംപ്രമൈസും വരുത്താതെയാണ് ഇപ്പോൾ ഈ വാഹനം വന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ക്രെറ്റ ഓടിച്ച് ശീലമുള്ളവർക്ക് പിന്നെ തോന്നുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു പെർഫോമൻസ് മാത്രമായിരിക്കും. ബാക്കിയെല്ലാം ക്രെറ്റയുടെ അതിന് തുല്യമാണ്. എന്തായാലും 2-3 ഡ്രൈവ് മോഡുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഡ്രൈവ് മോഡുകളിൽ പ്രധാനമായിട്ടും സ്പോർട്ടിലേക്കാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. നോർമൽ, ഇക്കോ 3 എണ്ണമാണുള്ളത്. സ്പോർട്ടിലേക്കൊന്ന് മാറ്റിയിട്ട് നോക്കുമ്പോൾ ഇനീഷ്യൽ റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു രക്ഷയുമില്ല കേട്ടോ. കിടിലൻ. അപ്പോൾ ഈ 72 കിലോമീറ്റർ ഓടിച്ചു പോയാലൊന്നും യാതൊരു അതിശയം തോന്നാത്ത രീതിയിലുള്ള പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല റോഡ് ഗ്രിപ്പുണ്ട്. പിന്നെ ടയർ സൈസൊക്കെ വലുതായതുകൊണ്ട് ഹമ്പുകളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കിടുകിടുക്കാച്ചി എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള സസ്പെൻഷനുണ്ട്. നല്ല വെയിറ്റുള്ള വാഹനമാണ്. അതുകൊണ്ടെല്ലാം തന്നെ തീർച്ചയായിട്ടും ഏറ്റവും അധികം ഫാമിലികൾ ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു EV ആയിരിക്കും എന്നുള്ളൊരു സംശയമില്ല. സാധാരണ മോഡിൽ, അതായത് ഈക്കോ എന്നുള്ള മോഡിൽ പോലും 7.9 സെക്കൻഡ്സ് മതി ഈ വാഹനത്തിന് 100 കിലോമീറ്റർ വേഗത എടുക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം. അതുപോലെ ബാറ്ററി പാക്കുകളിലേക്ക് വേണമെങ്കിൽ 42 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കും അതുപോലെ തന്നെ 51.4 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുമാണുള്ളത്. അതിനാണ് ഈ 2 റേഞ്ച് ഡിഫറൻസ് പറയുന്നത്. 390, 473. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 51.4 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ളതാണ്. അതിന് 473 എന്ന് പറയുന്ന അമേസിങ് ആയിട്ടുള്ള റേഞ്ചാണ് കമ്പനി പറയുന്നത്. ചാർജിങ് ടൈം എന്ന് പറയുന്നതും അമേസിങ് ആണെന്ന് പറയാതിരിക്കാനാവില്ല. 10 to 80% വെറും 58 മിനിറ്റ്സ് മതി അത് DC ചാർജിങ്ങിലാകുമ്പോൾ. എന്നാൽ 11 കിലോ വാട്ടിൻ്റെ AC ബോക്സ് ചാർജർ ആണെങ്കിൽ 10 തൊട്ട് 100% വരെ ചാർജാകാൻ 4 മണിക്കൂർ മതി. അതൊരു വിപ്ലവം തന്നെയാണ്. 4 മണിക്കൂറിൽ ഫുൾ ചാർജ് ആകുക, ഈവൻ വീട്ടിൽ പോലും ചാർജ് ചെയ്ത് വേണമെങ്കിൽ ഓടിച്ചു പോകാമെന്ന് പറയുന്നത് ഒരു ഗംഭീരമായ കാര്യം തന്നെയാണ്. ഇനി മോട്ടറിൻ്റെ പവറിലേക്ക് പോവുകയാണെങ്കിൽ 135 BSP ആണ് ആദ്യത്തെ ബാറ്ററി പാക്കുള്ള 42 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള ആ ഒരു വേരിയൻറ്റിൻ്റെ മോട്ടറിൻ്റെ പവർ എന്ന് പറയുന്നത്. 171 BSP ആണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 51.4 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള വേരിയൻറ്റിൻ്റെ പവർ എന്ന് പറയാവുന്നത്. എന്തായാലും ഓൾ വീൽ ഡ്രൈവ് ഒന്നും കൊടുത്തിട്ടില്ല. ഫ്രണ്ട് വീൽ ഡ്രൈവ് തന്നെയാണ് ഈ 2 വാഹനങ്ങൾക്കും ഉള്ളത്, ഈ 2 വേരിയൻറ്റുകൾക്കും ഉള്ളത്. ഇനി
സുരക്ഷാ സംവിധാനങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ലെവൽ 2 അഡാസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. 19 ഫങ്ഷൻസ് ഉള്ള ഒരു അഡാസ് പാക്കാണ് കൊടുത്തിരിക്കുന്നത്. ലെയിൻ കീപ്പ് അസിസ്റ്റ്, ഫോർവേഡ് കൊളീഷൻ വാർണിംഗ്, ബ്ലൈൻഡ് സ്പോട്ട് കൊളീഷൻ വാർണിംഗ്, സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 6 എയർ ബാഗുകൾ, 4 വീലുകളിലും ഡിസ്ക് ബ്രേക്കുകൾ, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ഹിൽ ഡിസൻ കൺട്രോൾ, ESC, VSM, പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. സുരക്ഷയുടെ കാര്യത്തിൽ നമ്പർ 1 എന്നാണ് പറയേണ്ടത്. മിക്കവാറും അദ്ദേഹം 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വാങ്ങിച്ചുകൊണ്ടായിരിക്കും തിരിച്ചു വരാൻ പോകുന്നതെന്ന് തോന്നുന്നു ക്രാഷ് ടെസ്റ്റിൽ. പിന്നെ 4 വേരിയൻസിലാണ് ഇത് കിട്ടുന്നത്. എക്സിക്യൂട്ടീവ്, സ്മാർട്ട്, പ്രീമിയം, എക്സലൻസ്. അപ്പോൾ അതിൽ വേരിയൻസ് അനുസരിച്ച് ഇത്തരം ഈ ഫീച്ചേഴ്സിലൊക്കെ അല്പം മാറ്റം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ബേസിക്കായിട്ട് 6 എയർ ബാഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നോക്കേണ്ടത് വിലയുടെ കാര്യം മാത്രമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും, അത് ഫീച്ചേഴ്സ് ആയാലും റേഞ്ച് ആയാലും ചാർജ് ആകാനുള്ള സമയമായാലും എല്ലാം തന്നെ ഈ വാഹനത്തെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള വാഹനമായിട്ടാണ് മാറ്റുന്നത്. എല്ലാ തരത്തിലും നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു വാഹനം. ഒരു കാര്യത്തിലും ഒരു മോശം പറയാനില്ല എന്നാണ് തോന്നിയത്. ഹ്യുണ്ടായുടെ ഏതൊരു വാഹനവും പോലെ തന്നെ മൊത്തത്തിൽ നന്നായിരിക്കുന്നൊരു വാഹനം തന്നെയാണിത്. ഹ്യുണ്ടായുടെ പെട്രോൾ വാഹനങ്ങൾക്ക് മൈലേജ് കുറവാണെന്നുള്ള പരാതിയുണ്ട്. പക്ഷേ ഹ്യുണ്ടായ വാഹനം ഓടിക്കണം അല്ലെങ്കിൽ വാങ്ങിക്കണം നിർബന്ധമുണ്ട് എങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ചു ഈ ഒരു ഇലക്ട്രിക് വാഹനം. എന്ന് തന്നെയുമല്ല, ഇത്രയും കാലം നമ്മൾ കണ്ടുവന്ന ഹ്യുണ്ടായുടെ ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം വളരെ വില കൂടിയ വാഹനങ്ങളായിരുന്നെങ്കിൽ ഇതങ്ങനെയല്ല. ഇതിൻ്റെ കാര്യത്തിൽ എന്താ പറയുക, ഒരു എക്കണോമിക്കലായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കാമെന്ന് മാത്രമല്ല, നമ്മൾ 25 ലക്ഷം രൂപയുടെ വില നിൽക്കട്ടെ, 25 ലക്ഷം രൂപയ്ക്ക് ഇത് വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ആ ഒരു വില അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റ് തിരിച്ചു കിട്ടുന്ന അത്രയും എക്കണോമിക്കലായിരിക്കും ഈ വാഹനം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഹ്യുണ്ടായി എന്നുള്ള ആദ്യത്തെ ഒരു മാസ് ഇലക്ട്രിക് വെഹിക്കിൾ എന്നാണ് ഇതിനെ വിളിക്കേണ്ടത്. കുടുംബങ്ങൾ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഹ്യുണ്ടായി ക്രെറ്റ EVയുടെ വില അതാണല്ലോ ഇനി നമുക്ക് അന്വേഷിക്കേണ്ടത്. പക്ഷേ വില പ്രഖ്യാപിച്ചിട്ടില്ല. ജനുവരി 17-നാണ് വില പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ വില എന്തായിരിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു 20 ലക്ഷം രൂപയുടെ തൊട്ടടുത്ത് ആരംഭിക്കുകയും ഒരു 24-ലൊക്കെ അവസാനിക്കുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും 4 വേരിയൻസ് ആണ് ഈ ഒരു വാഹനത്തിനുള്ളത് എന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ ഒരു മിഡ് റേഞ്ച് അതുപോലെ തന്നെ ടോപ്പ് റേഞ്ച് അങ്ങനെയുള്ള 2 റേഞ്ചുകളിലായിരിക്കും കിട്ടുക. അപ്പോൾ ഈ വാഹനം പ്രധാനമായിട്ടും എന്താ പറയുക, കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത് 2 വാഹനങ്ങളുമായിട്ടായിരിക്കും. അത് ഇപ്പോൾ നിലവിലുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ വരാൻ പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് മാരുതിയുടെ ഈ വിറ്റാരയാണ്. മറ്റൊന്നുള്ളത് ഏറ്റവും പുതിയ മഹീന്ദ്രയുടെ BE6. പക്ഷേ ആ 2 വാഹനങ്ങളിലും പ്രത്യേകത വെച്ചാൽ അത് എന്താ പറയുക, ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ള കാര്യമാണ്. അതായത് ഇലക്ട്രിക്കിന് വേണ്ടി മാത്രമുള്ള പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനത്തിന് അതേ പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഹ്യുണ്ടായിക്ക് ഈ ഒരു ഇലക്ട്രിക് വാഹന ടെക്നോളജി പണ്ടേ സ്വന്തമായിട്ടുള്ളതുകൊണ്ട് മോശമാണ് എന്ന് പറയാനാവില്ല. മറ്റൊരു വാഹനവുമായിട്ട് വേണമെങ്കിൽ കോമ്പറ്റ് ചെയ്യാവുന്നത് ടാറ്റയുടെ കർവ് EVയുമായിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള വ്യാപകമായ എതിരാളികളെയാണ് ഇദ്ദേഹം സമ്പാദിച്ച് കൂട്ടാൻ പോകുന്നത് വലിയ താമസമില്ലാതെ തന്നെ. എന്തായാലും വില മോശമല്ലെങ്കിൽ ഈ ഒരു വാഹനം തീർച്ചയായിട്ടും വളരെ പ്രാക്ടിക്കലായിട്ടുള്ള വാഹനമാണ്. കാരണം എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും ഉണ്ട്. അതോടൊപ്പം തന്നെ ഹ്യുണ്ടായി എന്ന് പറയുന്ന വാഹന നിർമ്മാതാവിൻ്റെ വിശ്വസതയുണ്ട്. സാമാന്യം ഭേദപ്പെട്ട റേഞ്ചുമുണ്ട്. വളരെ പെട്ടെന്ന് ചാർജ് ആകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ചെന്നൈയിൽ നിന്ന് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ.